സോ വെൽക്കം ടു മൈ ഫാമിലി. ഇന്ന് നമുക്ക് കുറച്ച് വീട്ടുവിശേഷങ്ങളാവാം. കുട്ടികളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നുള്ളൂ. ദുബിമോനാണ് രാവിലെ എണീക്കുക. എന്നിട്ട് അവൻ കളിയൊക്കെ തുടങ്ങി. ഞാൻ അവൻ എണീറ്റതിന് ശേഷമാണ് എണീക്കാറ്. കാരണം അവൻ നല്ല നേരത്തെ എണീക്കും. പിന്നെ ചേച്ചിയുടെ മോനാണ് അവനപ്പോൾ കളിക്കാനുള്ളത്. രാവിലെ നല്ല പോസിറ്റീവ് വൈബൊക്കെ ആയിട്ട് നല്ല ഫ്രഷാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഉമ്മറത്ത് വന്ന് നിൽക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അമ്മ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുപ്പാണ്. മോനിപ്പോഴും നല്ല കളിയിലാണ്. കളിക്കാനൊരാളൊക്കെ ഉള്ളത് കാരണമാണ് ഇത്രയും നേരം ഇരുന്ന് കളിക്കുന്നത്. അല്ലെങ്കിൽ എണീറ്റ് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് വിശക്കും. അപ്പോൾ എണീറ്റിട്ട് കുറച്ച് നേരമായി. അതുകൊണ്ട് തന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പോൾ ഞാൻ ദോശ കൊടുക്കാൻ വേണ്ടി പോവാണ്. ദോശ, ഇഡ്ഡലി അതൊക്കെ അവന് കഴിക്കാൻ കൊടുക്കാറുണ്ട്. നമ്മൾ മാക്സിമം മധുരമൊക്കെ ഒഴിവാക്കിയിട്ടാണ്, പഞ്ചസാരയൊക്കെ ഒഴിവാക്കിയിട്ടാണ് കൊടുക്കാറ്. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് കുക്ക് ചെയ്തോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ അവൻ നല്ല കുട്ടിയായിട്ട് ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ വാശിയൊന്നും പിടിക്കാറില്ല. ഒരുവിധം കുഴപ്പമില്ലാതെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലും വാശി പിടിച്ച് ഞാനപ്പോൾ എന്തെങ്കിലും അതിനെ ആ ശ്രദ്ധ അങ്ങ് ഡൈവേർട്ട് ചെയ്ത് വിടും. അപ്പോൾ ദോശയും സാമ്പാറാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അവന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കഴിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര വാശിയാണ്. കുറച്ച് കഴിഞ്ഞാൽ അവന് നേരത്തെ എണീക്കുന്ന കാരണം നേരത്തെ കിടന്നുറങ്ങണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ അവിടെ മുറ്റത്തൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ചേച്ചി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനെ മുറ്റത്ത് കണ്ടപ്പോൾ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്, ടാറ്റ കൊടുക്കുന്നുണ്ട്. പിന്നെ അവനിങ്ങനെ പുറത്ത് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ പുറത്ത് കൂടെ പോകുമ്പോൾ ടാറ്റ കൊടുക്കാനും ഭയങ്കര ചിരിച്ചിട്ട് ഒക്കെ നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അവൻ കിടന്നുറങ്ങി. പിന്നെ അതിന് ശേഷം ഞങ്ങളൊന്ന് തറവാട്ടിൽ പോയിരുന്നു അച്ഛമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഓണമൊക്കെ ആയിട്ട്, ഓണം വെക്കേഷൻ ഞങ്ങളെല്ലാവരും വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് അച്ഛമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോയി. പാപ്പനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഉച്ച കഴിഞ്ഞു. അപ്പോഴേക്കും അവനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങി എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് അവൻ മുറ്റത്ത് കുറച്ച് നേരം അമ്മ പിടിച്ച് നടത്തിക്കുകയാണ്. കാരണം ഒറ്റയ്ക്ക് നടക്കാനൊന്നും ആയിട്ടില്ല. ആൾ ചെറുപ്രായമല്ലേ, 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം ഒറ്റയ്ക്ക് നടക്കാനൊന്നും അങ്ങനെ ആയിട്ടില്ല. പിടിച്ച് നടത്തിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ അവന് നല്ല ഇഷ്ടമാണ്. അങ്ങനെ പിടിച്ച് നടക്കുന്നതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ച് നിർത്തുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. പിന്നെ ഈ സൈക്കിൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. വളരെ യൂസ്ഫുള്ളാണ്. കാരണം എന്താ വെച്ചാൽ കുറേ നേരം നമുക്ക് ഉരുട്ടിയിട്ട് അവൻ അതിലിരുന്ന് കാഴ്ചയും കാണും. പിന്നെ കുട്ടികൾക്കൊക്കെ ഹാൻഡിൽ ചെയ്യാനും പറ്റും. അപ്പോൾ പുറത്തേക്കൊക്കെ വേണമെങ്കിൽ കൊണ്ടുപോകാം കേട്ടോ. നല്ല തിരക്കില്ലാത്ത റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റോഡിലോട്ട് ഇറക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അവനും സുഖമായിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റൂമിൽ കയറിയപ്പോൾ അവൻ പിടിച്ച് നിൽക്കലാണ്. വളരെ കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ്. കാരണം അവരെപ്പോൾ വേണമെങ്കിലും ഇരിക്കാം, നടക്കാം. അപ്പോൾ നമ്മളെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ പോയി കാര്യം എന്ന് പറയുന്ന പോലെയാണേ. അങ്ങനെ പിന്നെ കുറച്ച് നേരം കുട്ടികളൊന്ന് ഷട്ടിൽ കളിക്കുമ്പോൾ അവർ കളി കണ്ടിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ. കുറേ കളി അതിനതൊക്കെ ഇഷ്ടമാണ്. വളരെ ക്യൂരിയസ് ആയിട്ട് അതൊക്കെ നോക്കി നിൽക്കുക. കുറച്ച് കളി കണ്ടപ്പോൾ അവൻ ആ ബാറ്റിന് വേണ്ടിയിട്ട് കരയാനൊക്കെ തുടങ്ങി. കുറച്ച് നേരം ബാറ്റൊക്കെ ഏറ്റുന്നിട്ട് ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ട് ആൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അത് നോക്കിക്കാണുന്നൊക്കെ. പിന്നെ വൈകിട്ട് ഭക്ഷണമൊക്കെ നേരത്തെ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ അവൻ നേരത്തെ എണീക്കുന്ന കാരണം ആൾക്ക് നേരത്തെ ഫുഡ് കഴിച്ചൊരു ടൈമിങ്, എല്ലാ കാര്യങ്ങളും ടൈമിങ്ങിന് നടക്കണം, അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം കുട്ടികളായിട്ട് കളിച്ചു. എന്നിട്ട് ഒരു 8:30 ആകുമ്പോൾ ആൾ കിടന്നുറങ്ങും. 8:30-9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ആൾ കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെറിയൊരു വീട്ടുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്തതിൽ കാണിക്കാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.